എപ്പോൾ വേണമെങ്കിലും ഈ യാത്രയിൽ നിങ്ങളെ ആനകൾ വഴിതടഞ്ഞിടാം. കാടും കോടയും ചാറ്റൽ മഴയും എല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്ര. ஏன்னா எல்லா ஜீவராசிக்குள்ளேயும் கடவுள் இருக்காரு நான் நம்புறேன். அடுத்தவங்க என்ன சொல்றாங்க எனக்கு தெரியாது. അപ്പോൾ ഈ വഴിയിലൂടെയാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. നമ്മളൊരു വൈകുന്നേരം പോകാമെന്ന് വെച്ചിരിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതലും ആനകളൊക്കെ ഇറങ്ങുന്നത്. നീലഗിരി ജില്ലയിൽ ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു കാട്ടുപാത നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തട്ടെ. ശരിക്കും പറഞ്ഞാൽ കാട്ടുപോത്തൊക്കെ വന്നാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാതെ നമ്മൾ ജീവനിൽ പേടിച്ച് ഓടുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇല്ല. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ പോലും ഈ വഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ ചായ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സാധാരണ എല്ലാ ചായക്കടകളിൽ നിന്നും ഞാൻ ചായ വാങ്ങി കുടിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കൗതുകം, എനിക്കൊരു ആഗ്രഹം തോന്നി സ്വന്തമായിട്ട് ഈ ഒരു ബർണറിൽ ഒരു ചായ ഇട്ട് കുടിക്കണമെന്നുള്ളത്. വളരെ കാലം കൊണ്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ആഗ്രഹം ദേ ഇവിടെ അങ്ങനെ സാധിച്ചു. സ്വന്തമായിട്ടിട്ട ചായ ആയതുകൊണ്ട് കുറച്ച് ആഡംബരമൊക്കെ ആകാമെന്ന് മനസ്സിൽ തോന്നി. ലോകത്തിൻ്റെ പല കോണുകളിലും പല മലയാളികളും പല റെസ്റ്റോറൻറ്റുകളിലും ഇരുന്ന് പല ചായകളും കുടിച്ചു കാണും. പക്ഷേ ഇത് ഇതുപോലെ നെഞ്ചും വിരിച്ച് റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ബെഞ്ച് വിട്ടിരുന്ന് ആസ്വദിച്ച് ചായ കുടിച്ച എത്ര പേരുണ്ടാവും? ഉണ്ടെങ്കിൽ കമോൺ താഴെ കമന്റ് ഇട്ടേക്ക്. ഹലോ തമിഴ് നண்பர்கள், நீங்க எப்போவாவது இந்த மாதிரி ഒരു ടീ കുടിച്ചിരിക്കீங்களா? ഇനി ഒരു ആഗ്രഹം കൂടി ഉണ്ട്, അതും കൂടി ഇന്നങ്ങ് സാധിച്ചിരിക്കുകയാണ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാനിങ്ങനെ പെരിയാറിലും അല്ലെങ്കിൽ നമ്മുടെ വാഗമൺ കുട്ടിക്കാനം ഒക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ വീടിൻ്റെ മുകളിൽ കാറ് കയറ്റിയിട്ടിരിക്കുന്ന കാണും കേട്ടോ. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് അതങ്ങ് സാധിച്ചെത്തോണം. നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടാണിത്. ഈ റിസോർട്ടിൻ്റെ ഈ ഒരു പാറ്റേൺ കണ്ടിട്ടാണ് ശരിക്കും ഞാനിവിടെ റൂം ബുക്ക് ചെയ്തത് കേട്ടോ. നമ്മുടെ കോത്തഗിരിയിലെ ഹൊന്നട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ മുകളിൽ കാറ് കയറ്റിയിടാൻ കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു വേറൊരു രണ്ടാമത്തൊരു ആഗ്രഹം കൂടെ ഇവിടെ വന്നപ്പോൾ സാധിച്ചു എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല സുഖമുള്ള കാലാവസ്ഥയും ഒക്കെ കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശം. വളരെ കുറച്ച് മനുഷ്യർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം. നിങ്ങൾക്കറിയാം, ഞാൻ പരിചയപ്പെടുത്തുന്ന പല ഗ്രാമങ്ങളുടെ പേരുകളും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ പേരും. ഒന്നട്ടി, അതാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. പണ്ടൊക്കെ നമുക്ക് ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ വരുമ്പോൾ തേയില നുള്ളുന്നത് തമിഴ് ചേച്ചിമാരായിരുന്നെങ്കിൽ ഇവിടെയും ബംഗാളികളും ആസാമികളും മണിപ്പൂരികളും ഒക്കെയാണ് തേയില നുള്ളാൻ ഇന്നുള്ളത് കേട്ടോ. ദേ അവർ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ളവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു എന്താ ഇവിടെ ബസ്സിനകത്തിരിക്കുന്ന കോത്തഗിരിക്ക് പോകണമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു അല്ല എൻ്റെ കുട്ടിക്ക് കുട്ടിയെ കാലൊടിഞ്ഞ് കാരണം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുത്തൊന്നും കുട്ടിയൊന്നും കാണാനില്ല കേട്ടോ. ചേച്ചി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിനകത്തുണ്ട് കുട്ടി. கால் எதுக்கு வலிக்குது? இந்த கால் கொஞ்சம் ஸ்லிப்பா இருக்கு. இந்த கால் പേരെന്നാ ചേച്ചി കുട്ടിക്ക്? കട്ടപ്പ. കട്ടപ്പ എല്ലാം പേര് കിടലാണ് കേട്ടോ. അതനാല ചേച്ചി വർക്ക് ചെയ്യുന്ന സ്കൂളിൽ 2 പിള്ളേർ അനാഥരായിട്ട് വന്നു കേട്ടോ. എല്ലാ കഥകളാണ് കേട്ടോ, വെറൈറ്റി കഥകളാണ്. 2 പിള്ളേർ അനാഥരായിട്ട് വന്നു. അപ്പൊ അനാഥര അല്ല, ഞാൻ എന്നെ சொல்றேன்னா நான் അത് കഥയായിട്ട് சொல்றேன். 2 കുട്ടികൾ അനാഥയായിട്ട് വന്നപ്പോഴത്തേക്ക് ചേച്ചിക്ക് അവരെ സങ്കടമായി, വിടാൻ തോന്നിയില്ല. അങ്ങനെ ചേച്ചി അഡോപ്റ്റ് ചെയ്തു. അവരെ അഡോപ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പൊ അങ്ങനെ നിറയെ കുട്ടികളാണ് വീട്ടില് കേട്ടോ. 3 കുട്ടി ഇருக்கு. 2 പൊട്ടക്കുട്ടിയാ? പെൺകുട്ടിയെ പൊട്ടക്കുട്ടി നാടനെ കൊണ്ടുപോണ്ട ഹരിജ പറയും. മനസ്സിനെ വിട നല്ല ബുദ്ധി, നല്ല ബുദ്ധി. നാമ വളർത്തുற மாதிரி பாசம். തിന്ന സോർക്ക് നന്ദി ഉണ്ടാവും അല്ലേ? ஏன்னா எல்லா ஜீவராசிக்குள்ளேயும் கடவுள் இருக்காரு நான் நம்புறேன். அடுத்தவங்க என்ன சொல்றாங்க எனக்கு தெரியாது. அந்த எல்லா ജീവരാശിക്കുള്ളിലും கடவுள் இருக்கிறாரு. എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും ദൈവം ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത് കേട്ടോ. ദൈവത്തിനെ നമ്മൾ അന്വേഷിച്ച് പോകണ്ട, നമ്മൾ തന്നെ ദൈവം ഉണ്ടെന്നുള്ളതാണ്. ചേച്ചിയുടെ പേരെന്നാ? പത്മാവതി. ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് തമിഴ്നാട്ടിൽ ഇത്തരം ചില നാടൻ കടകളുണ്ട് കേട്ടോ. ചില ഗ്രാമപ്രദേശങ്ങൾ ഉൾഗ്രാമങ്ങളിലിരിക്കുന്ന ഇതുപോലുള്ള ചെറിയ കടകളിൽ നിന്ന് കഴിക്കണം. സാമ്പാർ
എല്ലാം സൂപ്പർ. ഇവിടെ ഒരു വെറൈറ്റി കോമ്പിനേഷൻ കേട്ടോ. അതായത് ഇഡ്ഡലി, ചട്നി, സാമ്പാർ എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ പനീർ സോഡ. നമ്മൾ തമിഴ്നാട്ടിൽ വന്നാൽ അറിയാതെ കുടിച്ചു പോകുന്നൊരു സാധനമാണ് കേട്ടോ പനീർ സോഡ. അപ്പോൾ ദേ നല്ല വെള്ള സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും പിന്നെ ആ വാഴയിലയിലൂടെ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ്, വാവ്, ഒരു രക്ഷയില്ല മക്കളെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ വഴി. ഈ വഴിയും ആ ബസ്സും കൂടെ ഒക്കെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 70s പോയൊരു ഫീലുണ്ടോ അല്ലേ? 80s നമ്മൾ പഴയ സിനിമകളിലൊക്കെ ഒരു ഷോട്ട് കാണിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ആ ബസ് ഇങ്ങനെ മല കയറി വരുന്നൊരു സീനുണ്ടാവും. അപ്പോൾ ഈ വഴിയിലൂടെയാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. നമ്മളൊരു വൈകുന്നേരം പോകാമെന്ന് വെച്ചിരിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതലും ആനകളൊക്കെ ഇറങ്ങുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലൈമറ്റും ആയിരിക്കും. അപ്പോൾ ഈ വഴി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഹൊന്നട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹൊന്നട്ടി എന്ന് പറയുന്നത് നമ്മൾ കോത്തഗിരിയിൽ നിന്ന് കീഴ് കോത്തഗിരി നമ്മുടെ രംഗസ്വാമി മലയിൽ പോയത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ. അപ്പോൾ ആ വഴിയിലെ ഒരു പ്ലേസാണ് ഹൊന്നട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചതാണ് ഈ പ്ലേസ്. ഇവിടെ നിന്ന് റോഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഒന്ന് രംഗസ്വാമി മലയ്ക്ക് ഷോളൂർ മട്ടം കീഴ് കോത്തഗിരി എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തേക്ക് പോകും. രണ്ടാമത്തത് ഇവിടെ നിന്ന് സെമ്മനാറൈ, അതായത് നമ്മളൊരു ബസ് യാത്ര നടത്തിയത് ഓർമ്മയുണ്ടോ? ആ സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫീലാണ് കിഡു. അതായത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ബസ് അങ്ങോട്ട് പോകും. കൂട്ടട എന്ന് പറയുന്നൊരു സ്ഥലം വരെ ബസ് പോകും. അത് കഴിഞ്ഞ് നമ്മൾ കോത്തഗിരിയിൽ നിന്ന് കറങ്ങി താഴെ സെമ്മനാറി വരെ ബസ്സുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു 10 കിലോമീറ്റർ ഉണ്ട്. അവിടെ ബസ് സർവീസ് ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ആ വഴി നമുക്കിപ്പോൾ നമ്മുടെ ഓൺ വെഹിക്കിളിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നല്ല അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, പുതിയ കാടൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലെ പുതിയ പാതകളൊക്കെ തേടി നടക്കുന്നവർക്ക് പറ്റിയൊരു റൂട്ടാണ്. ഇനി അധികം പറയുന്നില്ല, കാരണം ഞാൻ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഞാൻ ഇവിടെ വീണ്ടും മഴ പെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഇവിടെ മഴയില്ലായിരുന്നു. ഇവരൊന്നും പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. ഇപ്പോഴത്തെ മഴയത്ത് നമ്മൾ മഴ പെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഇനി പിന്നെ വീഡിയോയിൽ കാണാം. ബാക്കി വീഡിയോ കാണാൻ മറക്കണ്ട അവസാനം വരെ. ഓക്കെ, ഓടിക്കും. ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ ഈ മഴയുടെ ഒരു കൂട്ടുകാരനാണ് കോടമഞ്ഞ് കേട്ടോ. മഴ എപ്പോൾ പെയ്തോ അപ്പോൾ കോടമഞ്ഞും കൂടെ വരും. ഇവിടെ കോടമഞ്ഞ് വണ്ടിക്കകവും പുറവും മൂടിക്കളഞ്ഞെന്നുള്ളതാണ്. എന്നാലും യാത്ര തുടങ്ങിയപ്പോൾ മുതൽ മഴയും നമ്മളിങ്ങനെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് വളരെ നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടട എന്ന് പറയുന്ന ഗ്രാമം. ഇവിടം വരെയാണ് കോത്തഗിരി എന്നുള്ള ഒരു ബസ് സർവീസ് ഉള്ളത്. ഇനി കൂട്ടട നിന്ന് സെമ്മനാറി വരെ ബസ് സർവീസ് ഇല്ല. അതെന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ കുത്തനെയുള്ള ഹെയർ പിൻ ബെൻഡുകളും വളരെ ചെറിയ റോഡുമാണ്. ഇവിടെ ഇപ്പോഴാണ് കോൺക്രീറ്റ് ഇട്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ റോഡ് നിലവിൽ വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. സോ അതിനാൽ അധികം സഞ്ചാരികളൊന്നും ഇപ്പോഴും ഇതുവഴി പോകാറില്ല. പക്ഷേ ഇതൊരു കിഡു വൈബുള്ള റോഡാണ്. കാടും കോടയും ചാറ്റൽ മഴയും എല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്ര. അത്രയ്ക്കും മനോഹരമായിരുന്നു ആ കോട മൂടിയ വഴികളിലൂടെയുള്ള സഞ്ചാരം. ഇത്രയും നല്ലൊരു ക്ലൈമറ്റൊക്കെ കാടിങ്ങനെ നമുക്ക് സമ്മാനിച്ചിട്ട് എങ്ങനെയാണ് കാറിനകത്തിരിക്കാൻ തോന്നുന്നല്ലേ? അപ്പോഴേ ചാടി പുറത്തേക്ക് ഇറങ്ങണ്ടേ? ഇതൊക്കെ ആസ്വദിക്കാനല്ലേ നമ്മൾ വരുന്നത്. 2 അട്ടകടി കിട്ടിയാലും കുഴപ്പമില്ല. ഈ മഞ്ഞും കോടയും ആസ്വദിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ സെമ്മനാറ എന്ന് പറയുന്ന ഒരു വില്ലേജിലെത്തി. ഈ പാലം നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും. നമ്മൾ ഇതിനു മുന്നേ സെമ്മനാറ ബസ് വീഡിയോ ചെയ്തപ്പോൾ ഈ കാട്ടരുവിയിലാണ് നമ്മുടെ ആ ചേട്ടൻ കുളിക്കാനായിട്ട് ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ ചേട്ടൻ തിരിച്ച് ബസ്സിൽ കയറിയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഷോട്ടിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം ഈ പുഴയുടെയൊക്കെ സൗന്ദര്യം ആസ്വദിച്ചിട്ടാവാം ബാക്കി യാത്ര എന്ന് തീരുമാനിച്ചു. അതുമല്ല, നമ്മുടെ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്താൽ ലാസ്റ്റ് ട്രിപ്പ്, അതായത് ഞാൻ അന്ന് പറഞ്ഞല്ലോ, ആ ബസ്സിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് രാവിലെ 6 മണിക്കും ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്കുമാണ്. അപ്പോൾ ആ ബസ്സിനെ കൂടെ കാണാം. അതുമല്ല, ഇനി അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആനകളെയൊക്കെ കാണാൻ പറ്റും. எங்கே ஆன நிற்குது? எங்கே இந்த போன வழியில பார்க்க முடியுமா? அப்படிங்களா? வந்துச்சுன்னா அப்புறம் விட இன்னொரு 6 குட்டியோட வச்சுருக்குங்க. അവരെ ഒരു ബൈക്കിലെ എണ്ണം നിങ്ങൾ കണ്ടോ? അതായത് 4 പേരാണ് ഒരു ബൈക്കിൽ. അപ്പോൾ എന്താണ് ഈ 4 പേര് ബൈക്കിലെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, അതായത് അവിടെ ആന നിൽക്കുന്നു. രാവിലെ തൊട്ട് ആന നിൽക്കണം. ആന ഇതുവരെയ്ക്കും മാറിയില്ല. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് അവർ ധൈര്യത്തിന് 4 പേരെ കൂടെ കൊണ്ടുപോകുന്നതാണെന്ന്, ധൈര്യത്തിന് 3 പേരെ കൂടെ കൊണ്ടുപോകണമെന്ന്.
കണ്ടോ, നമ്മളൊക്കെ കാട് എൻജോയ് ചെയ്യാൻ വരുമ്പോൾ കാട്ടിലെ ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ. എന്തായാലും അധികം താമസിച്ചില്ല, നമ്മളും ആനകളെ കാണാനായിട്ട് അവരുടെ പുറകിൽ നിന്ന് പോയി. കാര്യം രാവിലെ തൊട്ട് ആനകൾ അവിടെ നിൽക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയും നേരമായിട്ടും അവർക്ക് ഗ്രാമത്തിലേക്ക് കടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ വഴിയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ അവരുടെ ഗ്രാമത്തിലേക്കുള്ള വഴി നമ്മൾക്ക് കാണാൻ പറ്റി. അവരവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ കാലത്തെ നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണെന്ന്. അപ്പുറത്ത് ഇങ്ങോട്ട് കിടക്കാനും പറ്റില്ല. ആന പോയാലും ഇങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? അത് വിടുന്നില്ലെന്നേ, കുട്ടികളുണ്ട്. അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. എവ്വളോ ആന ഇറക്കുങ്ക? 6 ആന കുട്ടി. ഓ കുട്ടി. பெருசு 4 குட்டி 2 மொத்தம் 6. ഓ പെരുസ് 4 കുട്ടി 2. നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ലെന്നേ, കാരണം ഇതെവിടെ നിന്നാണ് കയറി വരുമെന്ന് അറിയാൻ പോയി. അതുപോലെ കാറിൽ പോയാൽ തുരത്തു എന്നാണ് അവർ പറയുന്നത്. ഇനി ബസ് வந்துடும். இப்போ இந்த பஸ்ஸில் ஆளுங்க இறங்கி இன்னும் நடக்கணும். இது தமிழ்நாடு போகுது பஸ்ஸு. இப்போ நம்ம இங்கிட்டு போகிறவங்களும் இங்கே இறங்கிடுவாங்க. ஓ, நீங்கள் உங்களை ஊரை போனவரெல்லாம் இங்கே இறங்கிடும். ஆமாம், இங்கே இறங்கிடும். அப்போ அவருக்கு பயம் இல்லையா? எப்படி போய் தான் கூட்டி தான் போகணும். பஸ் வந்தால் கூட்டி தான் போகணும். இல்லை ஒன்றாவது கூட்டி போகணும். ரோட்லேயே நிற்கிது. ரோட்டில் நிற்குதா? கீழே ஒரு ரோட்டில் இருக்குது. அங்கே ஒரு இடம் இருக்குது, நல்லா பில்லெல்லாம் இருக்குனால அங்கேயே இருக்கிறாங்க. காலையிலேருந்து இருக்குது, போகவே மாட்டேங்குது. ஓ, காலையிலிருந்து இருக்கு. காலையிலேருந்து இருக்குது. ஊருக்கு போகவே முடியாது. ஏதாவது துரத்திக்கிட்டு தான் ரோட்ல தான் ரோட்டில் குழந்தை இருக்கா? 2 இருக்குது. 2 குழந்தை இருக்கு. டார்ச் இல்லையே. ബസ് വന്നിരിച്ചോ? അവരുടെ പ്രതീക്ഷ മുഴുവൻ ഈ വരുന്ന ഒരു ബസ്സിലായിരുന്നു. കാരണം കോത്തഗിരിയിലേക്ക് ജോലിക്ക് പോയവരൊക്കെ, ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ ഈ ബസ്സിൽ വന്നിറങ്ങും. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആ ഗ്രാമത്തിലേക്ക് പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരിവിടെ നിൽക്കുന്നത്. ബസ്സിൽ യാരുമേ ഇല്ലേ? ഈ ബസ്സിനെ പ്രതീക്ഷിച്ചാണല്ലോ നിന്നത്. ഇപ്പോൾ ആ പ്രതീക്ഷയും വാങ്ങി. കാരണം ആ ഗ്രാമത്തിലേക്ക് പോകാൻ ഒരാൾ പോലും ഇവിടെ ഇറങ്ങിയില്ല എന്നുള്ളതാണ്. இப்போ நீங்கள் எப்படி போகும்? பஸ்ஸில் யாருமே இல்லை. நாங்கள் போயிடுவோம். அப்படிங்களா? வண்டி வரும். இப்போ வண்டி வருமா? காரில் போய் നോക്കണമാ? തുറത്തിരും. നിർത്തിരുമാ? ആ വഴി കൊണ്ടുവന്നേ. അച്ഛനെ മഞ്ഞാണൊന്ന്. ஒரு பையன் ஓடிட்டான், கிராஸ் பண்ணி ஓடிட்டான். என் கூட 4 பேர் வந்தாங்க. ஓ, ஒருத்தர் ஓடிட்டார். ஓடி ஓடிட்டு வரோம். அது இருந்து அவங்க போகும்போது கத்திருச்சு, திருப்பி ஓடிட்டான், நேரம் ஓடிட்டு வண்டிட்டு வரோம். അതായത് ഇവർ നേരത്തെ 4 പേര് വന്നില്ലേ, 4 പേര് വന്നില്ല, ഒരാളെ കാണാനില്ല. അപ്പം അവൻ ഇറങ്ങി ഓടിയപ്പോൾ അവനെ ഓടിച്ചു. അവൻ പോയിട്ട് ഇനി വണ്ടി എടുത്ത് വരുമെന്ന് ഇവർക്ക് രക്ഷപ്പെടാനായിട്ട്. போய் பார்த்துட்டு இருந்தோம், அவன் ஓடிட்டான் மேலே. அது இங்கே வந்துட்டாலே போகாதேட்டா. இங்கே வந்துட்டாலே எப்படியும் 2 நாள் இங்கேயே ஸ்டே பண்ணும். இங்கே தான் இருக்கும். ஓ, இங்கே வந்தால் 2 நாள் இங்கே 2 நாள் அதே இடத்துல இருக்கும். அந்த இடத்துல நல்ல ஒரு எடுக்கிறதுக்கு ஒரு நல்ல இடம். அப்படியே சொட்டையிலேயே போல் நைட் ஃபுல்லாக அங்கேயே லைட் அடிக்கும். ஓ, வண்டி வருது. ஓ, ஆனா அங்கேயே நிற்குது. அதனால வண்டி அங்கே நிறுத்துது. பார்க்குது. இப்போ நம்ம கிராஸ் பண்ணணும்ல. ഓ, നോക്കണം ഒരു വേണ്ട, അവിടെ ഉണ്ട്. എന്താ വണ്ടി ഇരപ്പിക്കുന്ന കേട്ടോ. ഈ കാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത് ഇവിടെ നമുക്ക് സംഭവിച്ചത്. അതായത് ആനകളെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു, പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് കാട്ടുപോത്തുണ്ടായിരുന്നു, അതിനെ നമ്മൾ കണ്ടില്ല. ജസ്റ്റ് ഒരു മിന്നായത്തിൽ അതിൻ്റെ കണ്ണ് മാത്രം, മിന്നാമിനിങ് പോലെ അതിൻ്റെ കണ്ണ് കണ്ടപ്പോഴാണ് മനസ്സിലായത് കാട്ടുപോത്താണെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഓടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നത് കേട്ടോ. ബ്രോ റോഡിൽ നിൽക്കുതാ? அப்படிங்களா? சரி சரி சரி. நான் பக்கத்தில் போயிட்டு நான் அங்கே வந்து போனேன்ல, இப்படி நின்றுருந்து நான் அப்படியே சவுண்டு போட்டு பார்த்து போகவே மாட்டேங்குது. இருக்குது. അവസാനം നമ്മൾ റിസ്ക് എടുത്ത് നമ്മളെ വണ്ടിയിൽ പോയാൽ ശരി, അവർ ആന തീർത്തു പറഞ്ഞു കേട്ടോ. അങ്ങനെ വന്ന് ഒരു ജീപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ ഊരിലേക്ക് പോണത് ഇങ്ങനെയാണ് കേട്ടോ. ഈ വണ്ടിയിലാണ് പോണത്. അച്ഛൻ ഈ വണ്ടി പിക്കപ്പിൽ കയറി, ചെറിയ അശോക് ലേലൻഡിന്റെ പിക്കപ്പിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ നിൽക്കി പോര് പോര്, മേലെ പോ. ഓ, തുടരിക്കും. ആ, പോട്ട് പോലാം. ടോർച്ചടിക്കാൻ വെച്ചാണ്. എൻ്റെ അമ്മ 1 2 3 4 6. ഓ, 6 ആന കേട്ടോ. കിടു 2 കുട്ടികളും 4 വലിയ ആനയും. ഓ, ദൂരത്തിനൊക്കെ നിൽക്കുന്ന പാവങ്ങളാണ് കേട്ടോ. மூஞ்சில இருக்க லைட் மட்டும்
லைட் மூஞ்சிலே இருக்கட்டும், அப்போ நம்மளை பார்க்காதுங்க, எல்லாம் பார்த்துக்கணும். போட போட முடியாது. എൻ്റെ അമ്മ കീട്ടിലും കാഴ്ച കേട്ടോ, ചുമ്മാ അല്ല കേട്ടോ ഇവര്. மூவ் பண்றா, இன்னும் கொஞ்சம் மூவ் பண்றா. அது ரேட் காசு மூஞ்சிலே இருக்கட்டும். കിടി ஆர்டிஸ்ட்னாலே ரொம்ப டேஞ்சரஸ். പോലാം 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 ചേട്ടാ പോലാം. എന്തായാലും ആനകൾ ഈ വാഹനത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. നേരത്തെ പുള്ളിക്കാരൻ നമ്മൾ വിളിക്കാൻ വന്നപ്പോൾ കുറച്ച് ഇരപ്പിച്ചായിരുന്നല്ലോ, അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു റോഡിൽ നിന്ന് കുറച്ച് മാറി നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് കടക്കാൻ സാധിച്ചത്. ഇതാണ് ഇവരുടെ ഗ്രാമം എന്ന് പറയുന്നത്. വളരെ കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു ഉൾഗ്രാമമാണ്. അപ്പോൾ ഇവിടെയുമൊക്കെ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട്. ഇവരുമൊക്കെ നിത്യവും ഇങ്ങനെ വന്യമൃഗങ്ങളുമായിട്ട് മല്ലിട്ട് കഴിയുന്നവരാണെന്ന് പറയാം. ഇവിടെയൊന്നും പത്രക്കാരോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോ ഒന്നും എത്താത്തതുകൊണ്ട് ഇതൊന്നും പുറലോകം അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ഗ്രാമത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ആനകൾ അതേ സ്ഥലത്ത് തന്നെ ആ നിൽപ്പ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മേ ബി ഈ വാഹനം കൂടെ പോയി കഴിയുമ്പോൾ വീണ്ടും ആ ഗ്രാമത്തിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പലപ്പോഴും ഇത്തരം ഗ്രാമങ്ങൾ, കാടിനുള്ളിലെ ഗ്രാമങ്ങളിലൊക്കെ കാണുമ്പോൾ, ഇത്തരം വീടുകളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ത് ധൈര്യത്തിലായിരിക്കും അല്ലേ ഈ അധികം ഉറപ്പൊന്നുമില്ലാത്ത കെട്ടിടത്തിനകത്ത് ഇവർ കിടന്ന് ഉറങ്ങുന്നത്? എന്തായാലും ആ ഗ്രാമത്തിലെ ഗ്രാമവാസികളോട് നമ്മൾ നന്ദി പറഞ്ഞു യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ അവർ നൽകിയ ഒരു ഉപദേശം നമ്മൾ അതേപോലെ പിന്തുടർന്നു. കാരണം ഇനിയും ഈ റോഡ് സൈഡിൽ ഇത്തരം ആനക്കൂട്ടങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിൻ്റെ പുറകെ വെച്ച് വിട്ടോളൂ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അത് അക്ഷരം പ്രതി നമ്മൾ അനുസരിച്ചു. കാരണം ഈ രാത്രി ഈ കാട്ടിലൊക്കെ ഇനി നമ്മൾ പെട്ടുപോയാൽ മൊബൈലിനൊന്നും യാതൊരുവിധ സിഗ്നലും ഇല്ല. ഇനി ഇതുവഴി ഒരു വാഹനം പോലും വരാനില്ല. അപ്പോൾ രാത്രി നമ്മൾ തികച്ചും ഒറ്റപ്പെട്ടു പോകും. ഓ എൻ്റെ അമ്മ, ഇതേ കല്ലൊക്കെ ഇളകി വീണ് കേട്ടോ. എനിക്ക് വയ്യ. അയ്യോ നോക്കിയേ, ഇതൊക്കെ ബസ് നിർത്തിയിട്ട് പണിതാണോ ഇവിടെ? ആ ഒരു ഡ്രൈവറെ സമ്മതിക്കണം. കാരണം വളരെ ചെറിയൊരു നാരോ റോഡിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് മികവിനെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. മറ്റേ ആള് അവിടെ നിന്ന് ഡ്രൈവർ പറഞ്ഞു അതാണ്. അതായത് അയാൾ കറക്റ്റ് പറഞ്ഞല്ലോ, ഈ ബസ് വരുമ്പോഴത്തേക്ക് നിങ്ങളിപ്പം പോയാൽ എന്തായാലും ആനെ കാണും. അപ്പോൾ അതെ, നമ്മൾ കഴിഞ്ഞ ബസ് യാത്രയിൽ കാണിച്ച മാമരം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ബസ് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. അന്ന് ഞാൻ ഈ ഒരു ബസ് യാത്ര മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇനി മേട്ടുപ്പാളയത്തു നിന്ന് കോത്തഗിരിയിലേക്കൊക്കെ പോകണവർക്ക് വേറൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ട്, ഒരു കാട് റൂട്ട് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് റൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു റോഡാണിത് കേട്ടോ. അടിപൊളിയാണ്, നൈസാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് അഡ്വൈസ് ചെയ്യുന്നില്ല. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ത്രില്ലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മച്ചന്മാരെ, ദേ ഒരു കിടിലൻ പുതിയ ഫോറസ്റ്റ് റൂട്ട് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. പൊളിയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.